പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ബുധനാഴ്ച യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേക കൂട്ടായ്മയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മുഴുവൻ ജപമാലയ്ക്ക് ചൊല്ലിയിട്ട് വേണം അടുത്ത നാളെ വൺഡേ ശുശ്രൂഷയ്ക്ക്. നമുക്കറിയാലോ, വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാൻ വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഈ 10 ആഴ്ചയിലെ ശുശ്രൂഷകൾ. മുഴുവൻ ജപമാല ചെല്ലാൻ പറയുന്നത് അത് വലിയൊരു അനോയിൻറ്റിംഗ് ആണ്. അങ്ങനെ ശരിക്ക് കുഞ്ഞു കാര്യങ്ങളാണ് പറഞ്ഞു വരുമ്പോൾ വലിയൊരു നമ്മുടെ കുടുംബത്തിന് ഒരു വലിയൊരു തുറവിയായിട്ട് നാളെ അത് മാറും. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങി വരണം. പിന്നെ കുമ്പസാരം നിങ്ങൾക്ക് അറിയാലോ അല്ലേ. നമുക്കിപ്പോൾ സെൻറ്ററിൽ വ്യാഴാഴ്ചകളിൽ രാവിലെ 9:30 തുടങ്ങി 11 മണി വരെ നമ്മുടെ കുമ്പസാരമുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഹല്ലേലൂയ. ഇത് പ്രിയ സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് ഈശോയുടെ വലിയൊരു ആഗ്രഹമാണ്. പ്രഭാഷക പുസ്തകം 4:28 വചനം പറയുന്നത്, മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. സത്യസന്ധത പാലിക്കുക. ഇന്ന് പ്രിയ സഹോദരങ്ങൾ, ഒരു ഡ്യൂപ്ലിസിറ്റിയുടെ ഒരു കാലഘട്ടം. എന്താ ഡ്യൂപ്ലിസിറ്റി എന്ന് പറയുന്നത്? അതായത് പുറത്തൊന്ന് അകത്ത് വേറൊന്ന്. ഒരിക്കലും ശരിക്ക് പ്രിയ ഈ നിയമജ്ഞരെയും ഫരിസയരെയും ഒക്കെ ശരിക്കും കർത്താവ് എതിർത്തതിൻ്റെ വലിയൊരു കാരണമാണ്. നമ്മൾ അത്തിവൃക്ഷത്തിൻ്റെ ശപിക്കണത് കാണുന്നില്ല. അതായത് പുറത്ത് ഇലകൾ കംപ്ലീറ്റ് ഇലകളാണ്, ഫലമൊന്നുമില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതം അതുപോലെയാണ് സഹോദരങ്ങളെ. ആ പുറത്ത് ഭയങ്കരമായിരിക്കും, അകത്ത് ഒന്നുമില്ലാത്ത ഭയങ്കര ഡ്രൈ ആയി കിടക്കുന്ന അവസ്ഥ. അതുകൊണ്ട് അതാണ് സത്യസന്ധത പാലിക്കുക. സത്യം വെടിയരെന്ന് പറയുമ്പോൾ നുണ പറയുക, സത്യം പറയാതെ മാത്രമല്ലാണ് ജീവിതത്തിലെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ക്രെഡിബിൾ ആണ് അയാളുടെ ലൈഫ്. ഒരു ക്രെഡിബിൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പുറത്ത് പറയണതും അകത്തൊക്കെ ഒന്നുപോലെയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം, ഇതൊരു ചുമ്മാ ഒരു നുണ പറഞ്ഞു സത്യം പറഞ്ഞു അതിൻ്റെ മാത്രമല്ല പറയണത്. അതിനൊക്കെ ഒരു ജീവിതത്തിലൊരു വിശ്വസ്തത പാലിക്കുക, ഈശോയോടുള്ള ഒരു ബന്ധം, അത് സഹോദരങ്ങളോടുള്ള ബന്ധം, നമ്മുടെ ആത്മീയതയും നമ്മളുടെ പ്രവർത്തന മേഖലയും ഒരേ ഡയറക്ഷൻ. അതായത് ചിലപ്പോഴൊക്കെ നമ്മുടെ ആത്മീയത ഒരു റൂട്ട്, ഭൗതിക ജീവിതം നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും നമ്മൾ കൗണ്ടർ വിറ്റ്നസിംഗ് എന്ന് പറയില്ല, എതിർസാക്ഷി നൽകുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇതിൽ പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യന്മാരല്ലേ സഹോദരങ്ങളെ, ടു എർ ഈസ് ഹ്യൂമൻ. തെറ്റുപറ്റുക എന്നുള്ളതൊക്കെ മാനുഷികമാണ്, സാരമില്ല. പക്ഷേ നമുക്കൊരിക്കൽ ദൈവാത്മാവ് നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ, അത് തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഗൗരവമായ വിധത്തിലൊരു ആത്മശോധന ചെയ്ത് തിരിച്ചു വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. കർത്താവ് അതിനോട് കൃപ തരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എവിടെയാണെങ്കിലും ഇന്നേ ദിനത്തിൽ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം സമൃദ്ധമായിട്ട് നിങ്ങൾക്ക് നേരുകയാണ്. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.